മുസ്ലിം ലീഗിനെക്കൊണ്ട് എന്താ നേട്ടം ഉണ്ടായിട്ടുള്ളത്? ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. ഇപ്പം ഈ മലപ്പുറം ജില്ല എന്ന് തന്നെ പറയാം. 1957 മുഖ്യമന്ത്രിയെ കേൾക്കുന്ന EMSനെ കൊണ്ടാണ് ഈ മലപ്പുറം ജില്ല, പാലക്കാട് ജില്ല എന്ന് ആദ്യമായിട്ടുള്ളത്. ജില്ല തന്നെ ഉണ്ടായ ഒരു കാര്യം, എല്ലാവർക്കും മലപ്പുറം എന്ന് പറയുന്ന ഒരു അവകാശപ്പെടാനുള്ള ഉണ്ടാക്കിയത് CPM ആണ്. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കി കൊടുത്തത് EMS ആണ്. ബനാത്ത് വാന, ഇബ്രാഹിം സുലൈമാൻ സേട്ട് പോലെയുള്ള ആളുകളൊക്കെ പൊന്നാനിക്കും വേണ്ടി ഒരു വിഷയവും ചെയ്തിട്ടില്ല എന്നുള്ളത് ലോകചരിത്രമാണ്. ഇന്ന് വരെ അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു മാറ്റം അനിവാര്യമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ ചെറുപ്പക്കാരായ യുവാക്കളായാലും യുവതികളായാലും അല്ലാത്തവരായാലും കുറച്ച് ആളുകളുണ്ട് ഈ തലമുറ കഴിഞ്ഞാൽ പിന്നെ ലീഗിനെ കാര്യം കട്ടപ്പുകയാണ്. അതിൽ ആ സംശയമില്ല. പ്രേമത്തിന് ഒരു സ്നേഹം വാത്സല്യം കൂടിക്കഴിഞ്ഞാൽ അവിടെ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രൈസ്തവനെന്ന് ബോധം ഈ പ്രേമത്തിലില്ല. പ്രേമത്തിൽ കണ്ണില്ല. ഒരു പ്രത്യേക ഒരു വികാരമാണ്. അതൊരു ഒരു ഒരു മതത്തിനെ അതിശയിപ്പിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അത് വലിയ നാശത്തിലേക്ക് പോകുന്ന ഒരു വിഷയമാണ്. അത് ലോകം സംശയമില്ലല്ലോ, ഇടതുപക്ഷം തന്നെയല്ല, ഒരു സംശയം വേണ്ടത്. കാരണം പൗരത്വ ബില്ല് വന്നപ്പോൾ ഭയാനകമായൊരു ഭീതി വന്നപ്പോൾ, ആ ഭയാനകമായൊരു ഭീതി വന്ന ഉടനെ കേരളത്തിൽ ആദ്യമായി ഇന്ത്യ കണ്ട ഒരു നേതാവ് ബഹുമാനപ്പെട്ട പിണറായി വിജയനാണ്. പൗരത്വ ബിൽ നടപ്പാക്കില്ല എന്ന് ഇന്ത്യ കണ്ട ഒരു നേതാവ് CM-ആണ്. അതാണ് ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ കരങ്ങളിൽ തന്നെയാണ്. കോൺഗ്രസിനൊരു താല്പര്യം അതിലില്ല, ലീഗിനും താല്പര്യമില്ല. കാരണം അവരുടെ ലക്ഷ്യം താല്പര്യം സമുദായത്തിൻ്റെ വിഷയം. സമുദായത്തെ പറ്റി അവർ ഒരു ചുക്ക് ചെയ്തിട്ടില്ല. സമുദായത്തെ അവർ ചുക്ക് അവർ ചെയ്തില്ല. ചെയ്തതെന്താണ്? അവരുടെ കീസ, അവരുടെ വയറ്, അവരുടെ പത്തൻ, അവരുടെ മക്കൾ. അതിനപ്പുറം അവർക്ക് വേറൊന്നുമില്ല. ഇന്ന് കാണുന്ന കോൺഗ്രസ്, ഇന്ന് രാത്രി കാണുന്ന കോൺഗ്രസ് രാവിലെ കാണുമ്പോഴേക്കും നമുക്കൊന്നും ഉറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാസർഗോഡായാലും വടകര ആയാലും കണ്ണൂരായാലും കോഴിക്കോടായാലും പാലക്കാടായാലും പൊന്നാനി ആയാലും ഒക്കെ ഇടതുപക്ഷത്തിൽ തന്നെയാണ്. ഈ പൊന്നാനിയിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? പൊന്നാനിയുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതുവരെയും ഉണ്ടായത് കേന്ദ്രത്തിലേക്ക് പാർലമെൻറ്റ് MP-മാരായിട്ട് മുസ്ലിം ലീഗിൻ്റെ ആളുകളായും പോയിട്ടില്ല. അത് ജനങ്ങൾ കൊതിക്കുന്ന ഒരു അനിവാര്യമായിട്ടൊരു മാറ്റം ആവശ്യമാണെന്നാണ്. ആ അനിവാര്യമായ മാറ്റം എന്ന് പറഞ്ഞാൽ ഇതുവരെയും പഴയ കാലം തൊട്ടിട്ട് ഇതുവരെയും ബഷീറായാലും ശരി, മറ്റുള്ളവരായാലും ശരി, മുൻകാലങ്ങളൊക്കെ ബനാത്ത് വാന, ഇബ്രാഹിം സുലൈമാൻ സേട്ട് പോലെയുള്ള ആളുകളൊക്കെ പൊന്നാനിക്കും വേണ്ടി ഒരു വിഷയവും ചെയ്തിട്ടില്ല എന്നുള്ളത് ലോകചരിത്രമാണ്. ഇന്ന് വരെ അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു മാറ്റം അനിവാര്യമായിട്ട് വന്നിരിക്കുകയാണ്. അനിവാര്യമായതുകൊണ്ട് ഒരു വളരെ ഈ നാട് അത് ആഗ്രഹിക്കുന്നു. ഇപ്പോഴത്തുള്ള ന്യൂ ജനറേഷൻ അതാണ് ആഗ്രഹിക്കുന്നത്. ഒരു മാറ്റം അനിവാര്യമാണ്. ഇതവിടെ വെച്ച് ഇവിടെ ബഷീറിനെ മലപ്പുറത്ത് മാറ്റി, മലപ്പുറത്ത് എടുക്കുന്ന സമുദായനെ ഇങ്ങോട്ട് മാറ്റി, ഇടക്കാലം വെച്ച് കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച് പോയി. സത്യം ശരിക്കും ഇപ്പം പാവപ്പെട്ട വോട്ടർമാരെ വഞ്ചിക്കുന്നൊരു സ്വഭാവമാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. അത് ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ്. ഒരു തലമുറ ഉണ്ട് കാരണവന്മാരായി കിടക്കുന്ന ഒരു മറ്റം. വരാൻ പോകുന്ന തലമുറ ആയി കഴിഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ അഡ്രസ്സ് പോലും ഇവിടെ ഉണ്ടാവില്ല. കാരണം മുസ്ലിം ലീഗിനെ കൊണ്ട് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മുസ്ലിം ലീഗിനെ കൊണ്ട് എന്താ നേട്ടം ഉണ്ടായിട്ടുള്ളത്? ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. ഇപ്പം ഈ മലപ്പുറം ജില്ല എന്ന് തന്നെ പറയാം. 1957 മുഖ്യമന്ത്രിയെ കേൾക്കുന്ന EMSനെ കൊണ്ടാണ് ഈ മലപ്പുറം ജില്ല, പാലക്കാട് ജില്ല എന്ന് ആദ്യമായിട്ടുള്ളത്. ജില്ല തന്നെ ഉണ്ടായ ഒരു കാര്യം, എല്ലാവർക്കും മലപ്പുറം എന്ന് പറയുന്ന ഒരു അവകാശപ്പെടാനുള്ള ഉണ്ടാക്കിയത് CPM ആണ്. അത് മാറ്റി നിർത്താൻ കഴിയില്ല. അപ്പോൾ എല്ലാ മേഖലയും നോക്കിയാലും നമുക്ക് കാണപ്പെടുന്ന ഒരു
ഞാൻ സത്യസന്ധമായി പറയണം, മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കി കൊടുത്തത് EMS ആണ്. അപ്പം അങ്ങനെ ഒരു ഇന്നിപ്പോൾ ചെറുപ്പക്കാരായ യുവാക്കളായാലും യുവതികളായാലും അല്ലാത്തവരായാലും കുറച്ച് ആളുകളുണ്ട് ഈ തലമുറ കഴിഞ്ഞാൽ പിന്നെ ലീഗിനെ കാര്യം കട്ടപ്പുകയാണ്, അത് ആ സംശയമില്ല. ആർക്കാണ് വിജയസാധ്യത? ഇടതുപക്ഷത്തിന് തന്നെയാണോ? ഇടതുപക്ഷത്തിനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ഒരു മാറ്റം അനിവാര്യമായി വന്നിരിക്കുകയാൽ ഇടതുപക്ഷത്തിനാണ് കാണുന്നത്. ഇടതുപക്ഷം തന്നെയാണ്, അത് സംശയമില്ലാത്ത കാര്യമാണ്. പൊന്നാനിയിൽ മലപ്പുറം എം പിമാർ മാറി സീറ്റ് മാറി മത്സരിക്കുകയാണ്. എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? അതുകൊണ്ട് തന്നെ കാരണം അറിയാം, ഇപ്പം ഈ ബഷീറിനറിയാം, ഇപ്പോൾ ഈ ടി മുഹമ്മദ് ബഷീറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ മാറിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഓടിപ്പോകുന്നൊരു അവസ്ഥ. കാരണം വെച്ചാൽ പറയാൻ വോട്ടർമാർ പറയാൻ ഈ നാടിൻ്റെമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ഒരു ചില്ലിക്കാശ് ഈ മണ്ഡലത്തിലേക്ക് ഒരു ഫീൽഡ്സ് പോലും ഇവർ പൊന്നാനിക്കായിട്ടോ പൊന്നാനിയുമായി ബന്ധപ്പെട്ട മറ്റുള്ള മണ്ഡലങ്ങൾക്കായിട്ടോ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല. ഈ സങ്കടം ആരോട് പറയും? അപ്പോൾ അത് വോട്ടർമാർ ചോദിക്കുന്നത് ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ്, വോട്ടർമാർ ശരിക്കും ചോദിക്കുന്നത് ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് മാറിയത്. അതാണ് ബഷീർ മലപ്പുറത്തും ആ പാവയ്ക്കുള്ള സമാധാനം ഇങ്ങോട്ട് കൊണ്ടുവിട്ടിട്ട് ആ സമാധാനം പിന്നെ ഗുരുവായൂർ തോറ്റിട്ടുണ്ട്. ആ തോൽവി എല്ലാവർക്കും ലോകം അറിയപ്പെടുന്ന തോൽവിയാണ്. അപ്പോൾ അത് ആ രൂപത്തിൽ പോകുന്നു. സാമുദായിക സംഘടനകളിൽ മുസ്ലിം ലീഗിന് പഴയ സ്വാധീനം ഉണ്ടോ ഇപ്പോൾ? ഇല്ല, തീർത്ത് പറയാം. എന്താണ് അതിന് കാരണം? എന്താണ് കാരണം എന്ന് വെച്ചാൽ തന്നെ ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശരിക്കും പറഞ്ഞാൽ ഭീകര താണ്ഡവം അവർക്കുണ്ട്. പറയാതിരിക്കുന്നത് ഭീകര താണ്ഡവം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യാൻ പഠിക്കാത്തതാണ്. അങ്ങനെ ഉദാഹരണം പറഞ്ഞാൽ സയ്യിദ് അബ്ദുൽ ബാഫൊക്കെ തങ്ങൾ കെട്ടിപ്പടുത്താം, സീതി സാഹിബ്, പോക്കർ സാഹിബ് പോലെയുള്ള പ്രഗത്ഭരായ നേതാക്കൾ, സംസദ്ധമായ നേതാക്കളായിരുന്നു. CH മുഹമ്മദ് കോയ അടക്കമുള്ള നേതാക്കൾ പടുത്തുയർത്തിയ വലിയൊരു പ്രസ്ഥാനമായിരുന്നു ലീഗ്. സംശുദ്ധമായിരുന്നു, അതിന് വേറൊന്നും മായില്ലായിരുന്നു. സമസ്ത എന്ന് പറഞ്ഞ ദീനിൻ്റെ സംഘടനയാണ്. അതിപ്പോൾ ബഹുമാനോട് ജഫീർ മുത്തുക്കോയത്തങ്ങൾ വന്നതിന് ശേഷമാണ് ഒരു സമസ്ത എന്ന് പറയുന്ന ഒരു പണ്ഡിത സമൂഹം ഇവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി. ഇപ്പം 2 ദിവസം മുമ്പ് ഒരു സമസ്ത പ്രഗത്ഭനായൊരു പണ്ഡിതൻ ഞാനുമായി ബന്ധപ്പെട്ടപ്പോൾ കുറേയൊക്കെ ഞങ്ങളെ വഞ്ചിച്ച് കഴിഞ്ഞിട്ടുണ്ട്, സമുദായത്തിൻ്റെ പേര് പറഞ്ഞിട്ട്. ആ സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് വളർത്തുന്ന പറഞ്ഞാൽ അവർ ലക്ഷ്യം ദീനല്ല, അവർ ലക്ഷ്യം ദീനെ പൊളിക്കലാണ്. ആ പൊളിക്കൽ എന്ന് പറഞ്ഞാൽ മുജാഹിദിനെയും ജമാഅത്ത് ഇസ്ലാമിനെ പോലെയുള്ള അത് വളർത്തരത്തിലാണ്. നമുക്ക് മറ്റൊരു ഇതുകൊണ്ട് ഇപ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം മുമ്പ് അറിഞ്ഞെങ്കിലും നമ്മൾ ഒരു പൊതു പ്ലാറ്റ്ഫോമാണ് ലീഗ്, അത് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന നിലക്ക് ഒക്കെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടിട്ട് നീങ്ങി. ജിഫിർ മുത്തുക്കോയത്തങ്ങൾ പോലെയുള്ള നേതാക്കൾക്ക് സൂര്യോദയം വന്നു, ബോധോദയം വന്നു. അപ്പോൾ ഇവരുടെ പോക്ക് അപകടത്തിലാണെന്ന് ശരിക്കും പല തവണ പല രൂപത്തിലും അവരുടെ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് അപകടമാണെന്ന് പറഞ്ഞു പോലും തിരസ്കരിക്കുകയുണ്ടായത്. അപ്പോൾ ലീഗിനോട് കഠോരമായ വെറുപ്പ് അവർക്കുണ്ടെന്നുള്ളത് വ്യക്തമായ തെളിവാണ്. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഒരു തിരഞ്ഞെടുപ്പും കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ്. ഇത് ലീഗ് വേണോ വേണ്ടയോ, ലീഗ് സമുദായത്തിനും അല്ലെങ്കിൽ നാട്ടിനും എന്താണ് ലീഗിനെ കൊണ്ട് ഉണ്ടാകുന്നത് അത് തീരുമാനിക്കുമ്പോൾ ഒരു ഇലക്ഷൻ കൂടിയാണത്. കാരണം ജഫീർ മുത്തുക്കോയത്തങ്ങൾ അടക്കമുള്ള ആളുകൾ രഹസ്യമായി പരോക്ഷമായി രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞെന്നുള്ളതാണ്. അതുകൊണ്ട് അത് വലിയൊരു ഭാഗമാണ്. അതിന് ഉദാഹരണം പറഞ്ഞപ്പോൾ ഏക സിവിൽ കോഡായാലും ശരി, പൗരത്വ ബില്ല് പോലെയുള്ള നെടുങ്ങുന്ന വിഷയത്തിൽ പോലും വിട്ടു നിൽക്കുന്നൊരു സ്വഭാവമാണ് അവർ കാണിച്ചിട്ടുള്ളത്.
പാർലമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും ഘട്ടങ്ങൾ അവർ മാറി നിൽക്കുന്ന പതിവാണ്. ബില്ല് പാസ്സാക്കുന്ന സമയത്ത് അവർ കാണില്ല. അപ്പോൾ ആ സമയത്ത് ഇറങ്ങിപ്പോകുന്നൊരവസ്ഥയിലേക്ക് വല്ല ഒഴിച്ചുകൂടാൻ പറ്റാത്ത കല്യാണം, ഒഴിച്ചുകൂടാൻ പറ്റാത്ത മുടികളച്ച് പറയില്ല, മൊത്തത്തിൽ അത്തരം വിഷയങ്ങൾക്ക് അവർ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ന്യൂനപക്ഷങ്ങൾ അവകാശപ്പെട്ട കാര്യങ്ങൾക്ക് ഇതുവരെ മുഖം തിരിക്കലവരുണ്ടായിട്ടുള്ളത്. പിന്നെന്താണ് ലീഗിനെ കൊണ്ടുള്ള നേട്ടം? ഒരു നേട്ടവുമില്ല. ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ EK വിഭാഗം സമസ്തയുടെ മുഷവറ അംഗമാവാത്തത് എന്തുകൊണ്ടായിരിക്കും? പാണക്കാട് കുടുംബമാണ് സത്യത്തിൽ പറയുന്നത്. സമസ്ത എന്ന് പറഞ്ഞാലും പാണക്കാട് കുടുംബം തന്നെയാണ്. SKSF എന്ന് പറഞ്ഞാലും പാണക്കാട് കുടുംബം തന്നെയാണ്. പിന്നെ സുന്നി യുവജന ഫെഡറേഷൻ എന്ന് പറഞ്ഞാലും പാണക്കാട് കുടുംബം തന്നെയാണ്. ഓരോന്ന് എടുത്തു നോക്കിയാലും എല്ലാത്തിനും എന്തുണ്ട്, ആ പ്രസ്ഥാനിക സംഘടനയുടെ എല്ലാ മേഖലയിലും സാദിഖ് അലി ഉണ്ടായിരുന്നു. ഹൈദർ ശിഹാബ് തങ്ങൾ മരണപ്പെട്ടുപോയി. പിന്നെ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, മുനവർ അലിയും ബഷീർ അലി ആയാലും എല്ലാവരും ഈ മതപരമായ സംഘടനയുടെ തലപ്പത്ത് ഇവരുണ്ടായിരുന്നു. സമസ്തയുടെ എന്ന് പറഞ്ഞാൽ അതിന് ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും പണ്ഡിതനാവണം. അവിടെ ഖാദി ഹൗസ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ഇതന്നെ ഖാദി ഹൗസ് ഉണ്ടായിരുന്നത്. ഖാദി ഹൗസ് എന്ന് പറഞ്ഞാൽ മതപരമായ കാര്യങ്ങൾ മസാലപരമായി ഒരു ഉദാഹരണം പറയാം. നമ്മുടെ മഹലിൽ ചിലപ്പോൾ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെ മദ്ഹബ് ഇവിടുന്ന് പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞാൽ ഇവിടെ വിട്ട് വെറും ഹനഫി മദ്ഹബാണ് കൂടുതലും ഇന്ത്യ ഒട്ടുക്കും. കേരളം ചുരുക്ക സ്ഥലം മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ മദ്ഹബ് ജീവിക്കുന്നത്. മലപ്പുറം കേരളത്തിൽ ഒരു ഭാഗം ഇപ്പോൾ ചിറ്റൂർ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മദ്ഹബ് മാറി. പക്ഷെ മദ്ഹബ് അറിയുന്ന മദ്ഹബിൻ്റെ അറിയാൻ പറ്റിയ ഒരു ക്വാളിറ്റി ഇവർക്ക് വേണ്ടേ. മുസാവർ ആങ്കെന്ന് പറഞ്ഞാൽ 4 മദ്ഹബും അറിയണം എന്നുള്ളതാണ് ഉണ്ടായിരുന്നു. അതിന് അവർക്ക് എന്തില്ല, അർഹതയില്ല. അതുകൊണ്ട് അവർ എടുക്കാൻ കഴിയില്ല. ആർക്കും എടുക്കാൻ പറ്റില്ല. അപ്പോൾ മദ്ഹബ് അറിയുന്നവർക്ക് എന്താ പറ്റുള്ളൂ, മുസാവർ അംഗാവാൻ പറ്റുള്ളൂ. അത് ജിഫി മുത്തുക്കാത്തങ്ങളെ പോലെയുള്ള ആൾക്കറിയാം ഇത് മുസാവർക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് ഇതുകൊണ്ടല്ല, രാഷ്ട്രം കൊണ്ടല്ല, അത് പണ്ഡിതനാണ്. പണ്ഡിതനായിരിക്കണം. ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിലും ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെ മദ്ഹബ് പ്രകാരവും ഷാഫി ഇമാമിൻ്റെ മദ്ഹബ് പ്രകാരം ജീവിക്കുന്നവരാണ് ഇവിടെ ഇന്ത്യ ഒട്ടുക്കും. വലിയ വിഭാഗം അബൂ ഹനീഫ റളിയല്ലാഹു മദ്ഹബാണ് ഇന്ത്യയിൽ. അത് പഠിക്കണമല്ലോ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെ അതും കൂടി അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അയാൾ മുസാഫർ ആക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഇത് കാണുന്നത്. മുസ്ലിം സംഘടനകൾക്ക് സമുദായത്തിന് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെ നിലനിൽപ്പുണ്ടോ? ഉണ്ടല്ലോ. അതിന് ഏറ്റവും ഉദാഹരണം കാന്തപുരം ഉസ്താദിൻ്റെത് വളരെ വ്യക്തമായ തെളിവല്ലേ. കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരുടെയും സഹായിക്കുന്നവരെ സഹായിക്കാം, സഹായിച്ചവരെ സഹായിക്കാം. ആ ഭരണഘടന സമസ്തക്കൽ ജമിയത്തുൽ ഉലമയുടെ ഒരു ഭരണഘടനയാണ്. അത് ആര് സഹായിക്കുന്നുവോ, കാരണം ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ക്ലച്ച് പിടിച്ചത് CPM കൊണ്ടാണ്. ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ക്ലച്ച് CPM തന്നെയാണ്. CH മുഹമ്മദ് കോയ ആയിരുന്നു സ്പീക്കറായിരുന്നു. അപ്പോൾ ഇന്ന് മുസ്ലിം ലീഗിന് ഒരു പ്രധാനപ്പെട്ട സ്ഥാനം ഉണ്ടാക്കി കൊടുത്തത് CPM ആണ് കേരളത്തിൽ. ഇത്ര ശക്തമായി വളരാനുള്ള കാരണവും അതിന് പിന്നിൽ CPM ആയിരുന്നു. ഇനി അവരങ്ങോട്ടൊക്കെ കാലങ്ങൾക്ക് മുമ്പ് അങ്ങോട്ട് മാറി UDF പോയി. പക്ഷെ അവർ തിരിച്ചു വരാൻ കൊതിക്കുന്നുണ്ട്. 7 ദിവസത്തിലേക്ക് നടക്കില്ല അതങ്ങനെ. കാരണം അത് കഴിയില്ല. അത് മതപരമായും പറയുന്നുണ്ടെങ്കിൽ മതസംഘടനയ്ക്ക് രാഷ്ട്രത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇവർക്ക് വേണം. ആർക്ക് ആയിരുന്നു ബഹുമാനപ്പെട്ട പ്രൊഫസർ ആലിക്കുട്ടി ഇലിയർ പോലെയുള്ള ആളുകൾക്കൊക്കെ ലീഗില്ലാതെ ലീഗ് ഇവിടെ വേണം എന്നുള്ള ആയിരുന്നു. ഇപ്പം യാഥാർത്ഥിക മനസ്സിലായപ്പോൾ നമ്മുടെ അതിന് ഉദാഹരണം ആദർശരി ഹക്കീം, ആദർശരി കുടുംബം
അത് പ്രത്യേകമായി വിധേയ എന്ന് പറഞ്ഞാൽ പുത്തൻ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഇതിന് ചൂടുപിടിച്ചത്. വലിയൊരു സംഭവമായിരുന്നു. ആദർശയിലിയുടെ പണിനിലവാരം അത് കൂട്ടുമ്പോൾ മെച്ചപ്പാടും ബഹളം തമ്മിൽ അങ്ങനെയാണ് അതിൻ്റെ കാരണം. ദീൻ നിലപ്പില്ലാതായി. രാഷ്ട്രീയത്തിൽ ലീഗിൻ്റെ രാഷ്ട്രീയ കോയ്മ മേലോട്ടും പണ്ഡിത ധർമ്മം താഴോട്ടും പോയി. അത് വന്നത് എന്തുകൊണ്ടാണ്? അവർ ആദ്യമായി ചിന്തിക്കാത്തതുകൊണ്ടാണ്. ഏത് ഈ മതസംഘടന ആദ്യം ചിന്തിക്കായിരുന്നു നമുക്ക് ആരുമില്ലാതെ ഇപ്പോൾ ചിന്തിച്ച പോലെ ചിന്തിക്കുകയാണെങ്കിൽ ലീഗിൻ്റെ സ്ഥാനത്ത് പോകുമോ അങ്ങോട്ട്. അങ്ങനെ അത് ലീഗും ദീനും ഒന്നാണ് കരുതി കൂട്ടിയവരാണത്. ലീഗിൻ്റെ ഓഫീസ് എന്താണ്? മുസ്ലിം ലീഗിൻ്റെ ലീഗിൻ്റെ ഓഫീസ് ദീൻ്റെ ഓഫീസും ഒന്നാണെന്ന് പറഞ്ഞ് പ്രഗത്ഭ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. അതിൽ കിടക്കല്ല. ഇപ്പം അത് തിരിച്ചറിവ് വന്നിട്ടുണ്ട് എല്ലാവർക്കും. കേരളത്തിലുള്ള മതപണ്ഡിതന്മാരായി കിടക്കുന്ന ലീഗിലുള്ള രാഷ്ട്രീയക്കാരായി കിടക്കുന്ന പണ്ഡിതന്മാർ ഇപ്പം ശരിക്കും തലച്ചോറിലേക്ക് കടന്നിട്ടുണ്ട്. ഈ പോക്ക് അപകടത്തിലാണ്. ദീനില്ലാതാകും, ഒന്നുമല്ല നശിച്ചു പോകും. അത് ലീഗിനെ കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയൊരു വിപത്താണ്. അത് മനസ്സിലാകും. കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഈ പ്രേമത്തിന് ഒരു കാര്യം പറയാം. പ്രേമത്തിന് ഒരു സ്നേഹം വാത്സല്യം കൂടിക്കഴിഞ്ഞാൽ അവിടെ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രൈസ്തവനെന്ന് ബോധം ഈ പ്രേമത്തിലില്ല. പ്രേമത്തിൽ കണ്ണില്ല. ഒരു പ്രത്യേക ഒരു വികാരമാണ്. അത് ഒരു മതത്തിനെ അതിശയിപ്പിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അത് വലിയ നാശത്തിലേക്ക് പോകുന്ന ഒരു വിഷയമാണ്. കാരണം എല്ലായിടത്തും ഉണ്ട്. എത്ര മുസ്ലിം കുട്ടികളെ, എത്ര പൊന്നു മക്കളെ ഹൈന്ദവ സഹോദരന്മാർ കൊണ്ടുപോയിട്ടുണ്ട്, ക്രൈസ്തവരും കൊണ്ടുപോയിട്ടുണ്ട്. അതിലൊരു ന്യൂനപക്ഷം ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു അപകടത്തിലേക്ക് പോകുന്നു. മൊത്തത്തിൽ ലോകം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. പ്രേമത്തിന് കണ്ണില്ല. അത് ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അത് അപകടത്തിലേക്ക് ഒരു തീവ്ര ഭീകരത ഒരു കാഴ്ചപ്പാടാണ് അവർ ചെയ്യുന്നത്. മുസ്ലിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വരുത്തി വയ്ക്കണം. ശരിക്കും പറഞ്ഞു മുസ്ലിം ഭീകരതാണ്ഡവത്തിനെയും എല്ലാത്തിനും ശക്തമായി എതിർക്കുന്ന സംഘടനയാണ് മുസ്ലിം അങ്ങനെയാണ്. ഇസ്ലാം പഠിച്ചവനക്ക് അറിയുള്ളൂ. ശാന്തിയും സമാധാനത്തിൻ്റെയും ലോകത്തിന് ശക്തമായ യുദ്ധം ചെയ്തിട്ടോ അല്ലെങ്കിൽ ആക്രമണത്തിനൊന്നുമല്ല ലോകത്ത്, അല്ലെങ്കിൽ പെണ്ണ് പിടിച്ചിട്ടൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ ശരിക്കും ലോകത്ത് കാണിച്ചു എല്ലാവരും അംഗീകരിക്കുന്ന ഒരു മതമാണ്. ഒരു മുസ്ലിമിനല്ല, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു മതമാണ്. ആ മതത്തിന് തകർക്കൽ സീണലിസ്റ്റുകാരന്മാരുടെ പ്രത്യേകം കണ്ടുകൊടുത്താണ്. അതിൽ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് അങ്ങനെയായിട്ട് പോകും. അതിനെ പിന്നിലും ഓൾറെഡി ഒന്ന് ചിന്തിച്ചിട്ടും കാര്യമില്ല. ഈ മതന്യൂനപക്ഷങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിയാണ് വിശ്വസിക്കാൻ സാധിക്കുക? അത് ലോകം സംശയമില്ലല്ലോ, ഇടതുപക്ഷം തന്നെയല്ല, ഒരു സംശയം വേണ്ടത്. കാരണം പൗരത്വ ബില്ല് വന്നപ്പോൾ ഭയാനകമായൊരു ഭീതി വന്നു. ആ ഭയാനകമായൊരു ഭീതി വന്ന ഉടനെ കേരളത്തിൽ ആദ്യമായി ഇന്ത്യ കണ്ട ഒരു നേതാവ് ബഹുമാനപ്പെട്ട പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ സഖാവിൻ്റെ പൗരത്വ ബില്ല് നടപ്പാക്കില്ല എന്ന് വ്യക്തമായി പരസ്യമായി പരോക്ഷമായി ലോകത്തിനോട് പറഞ്ഞൊരു നേതാവുണ്ടെങ്കിൽ ഒരു സമാധാനം, ന്യൂനപക്ഷങ്ങളുടെ ഒരു സംരക്ഷണം, ന്യൂനപക്ഷങ്ങൾക്കുള്ള അപകട പതിയിരിക്കുന്നത് കണ്ടുകൊണ്ട് പ്രതിസന്ധിയിൽ പ്രയാസത്തിലും എന്തായി തീരും എന്നുള്ള പാവങ്ങൾക്കൊന്നും എന്നെ പോലെ ആളുകൾക്കൊന്നും അത് അറിവില്ല. വല്ലാത്തൊരു ഭയാനമായൊരു രീതിയിൽ നിന്ന് ആ സമയത്ത് നടുക്കടലിൽ പെട്ടാൽ എങ്ങനെയുണ്ട്? ഒരു കയറിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ സംരക്ഷണം പൗരത്വ ബിൽ നടപ്പാക്കില്ല എന്ന് ഇന്ത്യ കണ്ടൊരു നേതാവ് സി.എം.ആണ്. അതാണ് ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷണം. ഇപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ കരങ്ങളിൽ തന്നെയാണ്. അതിന് ഒരു ഭയമില്ലാത്ത സ്വസ്ഥമായി അതെല്ലാവരും പറയുന്നുണ്ട്. UDFയിലുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് ആശയം സംരക്ഷണവും ഇതുതന്നെ ഉള്ളൂ എന്നുള്ളത് മനസ്സിന് അടിത്തറയ്ക്ക് ഒരു രാഷ്ട്രീയമാണ്.
അവിടെ പോകും. ഇത് സംരക്ഷണമുള്ളൂ എന്നുള്ളത് ഇടതുപക്ഷം തന്നെയാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞത് പൗരത്വ വിഷയത്തിൽ കോൺഗ്രസും ലീഗും പ്രതികരിച്ചിട്ടുണ്ട് എന്നാണ്. ഇതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഒരു ഇപ്പം എന്ത് പ്രതികരിച്ചെന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അല്ല ഞാൻ പറഞ്ഞത്, പൗരത്വ ബില്ല് നടപ്പാക്കുന്ന സമയത്താണ് പുറത്ത് പോയിട്ട് അന്ന് ഈ ബിരിയാണി കഴിക്കാൻ പോയിരുന്നത്. അവർക്ക് അതിനുള്ള താല്പര്യം എന്തെങ്കിലും ആയിക്കോട്ടെ, അവർക്കുള്ള ആരും വരില്ല. ആരെ ഇവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇ ഡിനെ പോലുള്ള ആൾ ഭയപ്പെട്ടുകൊണ്ട് ഭയാനകമായ ഭീതിയാണ്. നേരെ ചൊവ്വ പോകുന്നവർക്ക് ആർക്ക് ഭയപ്പെടേണ്ട ആവശ്യമുള്ളത്? പൗരത്വ ബില്ല് നടപ്പാക്കാൻ ഇവർ ഒരു ചുക്കും ചെയ്തില്ല. ഈ കോൺഗ്രസ് ചെയ്തിട്ടില്ല. അത് ലോകം അറിയുന്നൊരു വിഷയമാണ്. ഇപ്പോഴും ചോദിച്ചപ്പോൾ പത്രക്കാർ ചോദിച്ചിട്ട് അതിന് മറുപടി ഒന്നും കൊടുത്തില്ലല്ലോ. വി ഡി സദസ്യങ്ങളടക്കം പറഞ്ഞു അതൊക്കെ കേന്ദ്രത്തിൻ്റെ കയ്യിൽ എടുക്കുന്ന കാര്യമാണ്. അത് അവർ നേതാക്കൾ സംസാരിച്ചോളും. വി ഡി സതീശൻ പറഞ്ഞു. അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞത് തന്നെയാണ്. അതൊക്കെ അവിടെ എവിടെ കിടക്കുന്നത്? അതാർക്ക് തുറന്നു പറഞ്ഞൊരു കാര്യമാണല്ലോ. ഒരു വാക്ക് പോലും ബി ജെ പിയോട് ഒരു പാർലമെൻറ്റ് ഒരു വിഷയം പോലും, കാരണം അവർക്ക് പേടിയാണ്. കാരണം ഇനിയിപ്പോൾ ഇ ഡി ഇതിൻ്റെ അകത്ത് കിടന്നും കൊണ്ട് ഞങ്ങൾ പൊന്നാനിലൊരു ഭാഷയുണ്ട്, വല ഏടി കയറി. ഏടി എന്നൊരു മീനുണ്ട്. മീനല്ല, കടലിൽ കിടന്ന ഏറ്റവും വലിയൊരു ഇതാണ്. വല കയറി നഷ്ടപ്പെടുത്തുക. ഇന്ന് പോലെ ഇ ഡി കയറിക്കഴിഞ്ഞാൽ ആ വീടും ആ പരിസരവും പ്രതിസന്ധിയിലായി. ഈ ഭയം നല്ലപോലെ ഇവർക്കുണ്ട്, കോൺഗ്രസിനുണ്ട്, ലീഗിനുണ്ട്. അതുകൊണ്ട് പൗരത്വം അങ്ങനെ പറഞ്ഞിരിക്കും. ഇങ്ങനെ പറയാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില കുട്ടികൾ മുട്ടായി വാങ്ങി കൊടുക്കുക, ആ സ്വഭാവം അത് ഒരിക്കലും ശരിയല്ല. ആ നിലപാട് എടുത്തുള്ളത് ഇടതുപക്ഷം തന്നെയാണ്. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് യോജിക്കുന്ന പാർട്ടി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞവരാണ് പൗരത്തിൻ്റെ തന്നെ. എന്നല്ലാതെ കോൺഗ്രസിനൊരു താല്പര്യം അതിലില്ല, ലീഗിനും താല്പര്യമില്ല. കാരണം അവരുടെ ലക്ഷ്യം താല്പര്യം സമുദായത്തിൻ്റെ വിഷയം. സമുദായത്തെ പറ്റി അവർ ഒരു ചുക്ക് ചെയ്തിട്ടില്ല. സമുദായത്തെ അവർ ചുക്ക് അവർ ചെയ്തില്ല. ചെയ്തതെന്താണ്? അവരുടെ കീസ, അവരുടെ വയറ്, അവരുടെ പത്തൻ, അവരുടെ മക്കൾ. അതിനപ്പുറം അവർക്ക് വേറൊന്നുമില്ല. അവരുടെ വീട്ടിൽ ഇടി വരാൻ പാടില്ല. പച്ചക്കള്ളമാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സമീപകാലത്ത് ഒരു ട്രെൻഡാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നത്. അത് കേരളത്തിലുണ്ടായി. ഇപ്പോൾ കരുണാകരൻ്റെ മകളും മറ്റേ എ കെ മകനും കോൺഗ്രസ് നേതാവ് ബി ജെ പിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒഴുക്കിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് രാത്രി കാണുന്ന കോൺഗ്രസ് രാവിലെ കാണുമ്പോഴേക്കും നമുക്കൊന്നും ഉറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അവരുടെ നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ. ആ വ്യക്തിയുടെ സമൂഹത്തിന് വേണ്ടിയൊന്നും അവർക്ക് ഒരു വിഷയമല്ല. ഈ ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് പറയുന്നത് ഈ ഇന്ത്യക്ക് വേണ്ടി ചെറുപ്പക്കാരെ പൊന്നുമക്കൾ, കോൺഗ്രസ്സിന് വേണ്ടി, ലീഗിന് വേണ്ടി അവർക്ക് ആ സമുദായ പാർട്ടികളും ശരി, കോൺഗ്രസിൻ്റെ ആയാലും ശരി, അവർക്ക് ഈ സമുദായത്തിന് ഒരു കടപ്പാടുള്ളത്. ജനങ്ങളൊരു കടപ്പാടുമില്ല. അവർ കാണപ്പെടുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കരുണാകരൻ നമ്മൾ പത്മജ പോയതെന്ന് വെച്ചാൽ ഒരു ബി ജെ പി സ്നേഹം കൊണ്ടല്ല, അതിനെ മാനസികമായി തരിപ്പണാക്കി പോയതാണ്. അസാധു തരിപ്പണമാക്കി മാനസികമായി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. ശ്വാസം മുട്ടി പറഞ്ഞേക്കും. അത് പോയതാണ്. പത്മജൻ്റെ പോക്കല്ല ഒന്ന്. നേരെ എ കെ ആൻ്റണിയുടെ മകൻ, അത് വലിയൊരു പാഠമാണ് ഉൾക്കൊണ്ടതാണ്. അതുപോലെ എത്രയോ രാഷ്ട്രീയക്കാരും ഇന്നും നമ്മൾ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ, ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ കോൺഗ്രസ്സുകാരായ പ്രഗത്ഭരായ നേതാക്കൾ ബി ജെ പിക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് ഉറപ്പിച്ചിട്ട് നമുക്ക് എന്താ ഒരു മുന്നണി വിശ്വസിച്ച് നിൽക്കാൻ പറ്റുന്നൊരു ടൈമാണ്. എ കെ ആൻ്റണി എന്ന് പറഞ്ഞാൽ രണ്ടാം നിര, ഇന്ത്യയിൽ രണ്ടാം നിര ആയിക്കെടുക്കുന്ന നാടിൻ്റെ സുരക്ഷാ ബലം കൈകാര്യം എ കെ ആൻ്റണിയുടെ മകനാണ് ബി ജെ പി പോയിരിക്കുന്നത്. പിന്നെ ആര് വിശ്വസിച്ച് വോട്ട് ചെയ്യും? അപ്പോൾ കോൺഗ്രസ്സിനോട് ആളുകൾ മടുപ്പ് വന്നു. തന്നെ ഇപ്പം തിരുവനന്തപുരം മത്സരിക്കുന്നുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഫലസ്തീൻ്റെ ജനതയെ സംബന്ധിച്ച് ഫലസ്തീൻ്റെ എടുത്തുദ്ധരിച്ചൊരു ഇതാണ്. എന്ത്? അത് ഗുണ്ടായിസം കൊണ്ടും റൗഡീസം കൊണ്ടും വന്നതാണ്.
അതന്നെ സുരേഷ് ഗോപി പറയുന്നത്. അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷൻ കൊണ്ട് ലോകം അറിയപ്പെടുന്നതാണ് പലസ്തീൻ. ആ പലസ്തീനെ പോലും ഭീകര താണ്ഡവം ആക്കി ഭീകര ഭാഷ എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് അതിന് യഥാർത്ഥം അവിടെ ജീവിക്കാൻ പറ്റാത്ത പ്രതിസന്ധി പ്രയാസം വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ വീട്ടിൽ ഒരു അങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ ഈ കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് കാണുന്ന കോൺഗ്രസ്സുകാരെ നാളെ കോൺഗ്രസ് ഒന്നും ഉറപ്പിക്കാനും പറ്റില്ല. അത് അവർക്ക് വോട്ട് കൊടുക്കാനും പറ്റില്ല. കാരണം അത് എങ്ങനെയൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. ആ വോട്ട് ഇപ്പോൾ ഉദാഹരണം പറയാം, കേന്ദ്രത്തിൽ BJPക്ക് ഭൂരിപക്ഷമില്ല എങ്കിൽ എന്ന് കൂട്ടിക്കോ, BJPക്ക് എന്തും ചെയ്യാനുള്ള നമുക്കൊരു അതിനൊരു പാഠമാണ്. മെട്രോ ശ്രീധരൻ എന്ന് പറയുന്ന പാലക്കാട് ഇലക്ഷൻ നിന്നപ്പോൾ ഞങ്ങൾക്ക് ആകെ 30 സീറ്റ് കിട്ടിയാൽ മതി, കേരളത്തിലെ മുഖ്യമന്ത്രി ഞാൻ തന്നെയാണെന്നുള്ളത് പറയുമ്പോൾ 120 140 സീറ്റുള്ള നിയമസഭാ സാമാജികരെ ഉള്ള സ്ഥലത്ത് 30 സീറ്റ് വിജയം കിട്ടുകയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ മുഖ്യമന്ത്രി ഞാൻ തന്നെയാണെന്ന് പരസ്യമായി പറയാനുള്ള കഴിവ് ഇദ്ദേഹത്തിനുണ്ടെങ്കിൽ അത് വലിയൊരു ധാരണ കോൺഗ്രസുമായിട്ട് ഉണ്ടെന്നുള്ള മനസ്സിലാക്കാറ് സംശയമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഭൂരിപക്ഷം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും പറ്റുന്ന കോൺഗ്രസ്സുകാർ കിട്ടുമെന്ന് പരിപൂർണ്ണ വിശ്വാസമാർക്കുണ്ട്, BJPക്ക് ഉണ്ട്. അപ്പോൾ ആ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് അത് സൂക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്. കാരണം ഈ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ മാർഗണ്ഡം ചാടുമെന്നുള്ള സംശയം, കോൺഗ്രസ് ചാടുമെന്നുള്ള യാതൊരു സംശയമില്ല. ആ സംശയം ഭയാനകമായൊരു ഭീതിയാണ്. ഈ ഇലക്ഷൻ കണ്ടറിയേണ്ടതാണ്. 2014 ഇലക്ഷൻ കണ്ടറിയേണ്ടതാണ്. ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വോട്ട് നഷ്ടപ്പെടുത്തരുത്. ഉദാഹരണം പറയാം, ഈ രാഹുലിൻ്റെ ഈ നൃത്തം ഇവിടെ വന്നിട്ട് ഈ രാഹുൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു മുന്നണി ഇവിടെയുണ്ട്. കോൺഗ്രസിൻ്റെ ഭരണകൂടം ശക്തമായൊരു ഭരണകൂടം കർണാടകയിലുണ്ട്, ആന്ധ്രയിലുണ്ട്, മറ്റുള്ള ഇതര സംസ്ഥാനങ്ങളുണ്ട്, ഭൂരിപക്ഷം കിട്ടുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. എന്തിനീ മലയോരത്തിൽ വന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ത്യാഗം സഹിക്കേണ്ട ആവശ്യമുള്ളത്? നല്ല നേതാവാണ്. കാരണം ഇന്ത്യ ഞാൻ പറയുന്നത് വെച്ചാൽ പ്രിയങ്ക ഗാന്ധിയും ഇന്ത്യ രണ്ട് കുട്ടികളെ ഓടി നടക്കുന്നു ഇന്ത്യക്ക് വേണ്ടി. ഒന്ന് പ്രിയങ്ക ഗാന്ധി, മറക്കാൻ കഴിയില്ലത്. രാഹുൽജി മറക്കാൻ പറ്റില്ല. അവരെ നെട്ടോട്ടം ഓടി ഈ നാടിനെ സമാധാനത്തിൻ്റെ ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ ഓടി നടക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, അവരെവിടെ എത്തില്ല, എത്താൻ സമ്മതിക്കില്ല. കൂടെയുള്ളവരായ കോൺഗ്രസ്സുകാർ അവരെ ചുരുട്ടി പാളയത്തിനകത്തേക്ക് ആക്കും ഈ രണ്ടെണ്ണത്തിന്. അപ്പം എന്തിനാണ് കേരളത്തിന് ആരെ നശിപ്പിക്കാനാണ്? ഒന്ന് സംസാരിക്കാനുള്ള ആകെയുള്ള ഒരാൾ നമ്മുടെ ജോൺ ബ്രിട്ടാസ്, ശക്തമായ ഒരു ആരിഫ് ആലപ്പുഴ എന്ന് ചോദിച്ചാൽ ഈ പൗരത്വ ബില്ലിനെ ഭയാനകമായ ഭീതിയാണ് എന്ന് പാർലമെൻറ്റ് അവതരിപ്പിച്ചത്. അതിൽ കൂറ് നിൽക്കുന്നവർ ആരാണ്? ആ കൂറ് നിൽക്കുന്നവർ എന്താണ് വലിയ ഇന്ത്യയുടെ മറ്റ് മുഖ്യ ശത്രുവായിട്ട് കാണും. അതൊന്നും നോക്കാൻ ആരിഫ് എന്ത് ചെയ്തുള്ളത്? വോട്ട് ചെയ്തുള്ളത്. ശ്രദ്ധിക്കേണ്ടതാണ്. അന്ന് ഈ മുസ്ലിം ലീഗ് എവിടെ ആയിരുന്നു? ഇല്ല. വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. കോൺഗ്രസ്സുകാരെ വിശ്വസിക്കാൻ പറ്റുമോ? ഇവിടെ നിന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ എന്ത് ചെയ്തു? അതിന് പിന്മാറി എന്നുള്ളതാണ്. പിന്നെ ആർക്കാണ് ഈ ന്യൂനപക്ഷങ്ങൾ സംരക്ഷണം വരുന്ന കിട്ടുന്ന പ്രതീക്ഷ? ഒരു പ്രതീക്ഷയില്ല. അവർ വടക്കേ ഇന്ത്യയിലെ ഇപ്പോൾ എന്തിനാണ് പറയും, മുസ്ലിം ലീഗിന് കോടി പതാക പോലും ആ വണ്ടി കെട്ടാൻ പോലും ഒന്ന് കുട്ടികൾക്കുള്ള ആഗ്രഹം. ഒരു പതാക മുസ്ലിം ലീഗിൻ്റെ ഒരു പൊന്നു മക്കൾക്കൊരു ആഗ്രഹം ഉണ്ടാവും. ആ കിട്ടുന്നൊരു അവസരമാണ്. അതിന് പോലും ആ പതാക, പച്ച പതാക പാകിസ്ഥാനൊക്കെ പറ്റുള്ളത് ഭയാനക ഭീതിയാണ്, കെട്ടാൻ പറ്റില്ലെന്നാണ്. എന്തിനേറെ പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടിയെ പാവം എന്താവട്ടെ, ആ കുഞ്ഞാലിക്കുട്ടിയെ പോലും അദ്ദേഹത്തിൻ്റെ വാഹന പ്രചാരണ ജാഥയിൽ ഇറക്കി വിട്ടുന്നുള്ളതാണ്. ഈ കുഞ്ഞാലിക്കുട്ടി കണ്ട അബ്ദുൽ വഹാബ് അടക്കം ഇറങ്ങി വന്നുള്ളതാണ്. ഇതൊക്കെ പെടുന്ന നടക്കുന്ന ഇതല്ലേ? അപ്പം ഇവരൊക്കെ വിശ്വസിച്ച് വോട്ട് ചെയ്യാതിരിക്കലാണ്, ആ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. കാരണം അവർ ഭൂരിപക്ഷം കുറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ
നമ്മൾ അനാഥയാവും. ന്യൂനപക്ഷം അനാഥയാവും. നമ്മളെന്നല്ല, ഇന്ത്യ മുന്നണിയിൽ പ്രതിസന്ധി എന്ന് വെച്ചാൽ നമ്മൾ മുസ്ലിമീങ്ങൾ വിഷയമല്ലത്, ക്രൈസ്തവ വിഷയമല്ല. അടിത്തട്ടിൽ കിടന്ന ഹരിജനങ്ങൾക്ക്, പിന്നോക്ക സമുദായം എന്ന സമുദായമുണ്ട്, അവർക്കൊക്കെ മാർഗമായ വിപത്ത് വന്നുകൊണ്ടിരിക്കും, നാശത്തിൻ്റെ വിത്ത് തൊക്കും. അപ്പം അതിന് നല്ലത് അത് കളയാതെ നല്ല സംശുദ്ധമായി ആ ഇടതുപക്ഷത്തിന് അതിൽ കൊണ്ടുപോയി ആ വോട്ട് ചെയ്യലാണ് ന്യൂനപക്ഷൻ്റെ സംരക്ഷണം ഉള്ളത്. കാസർഗോഡ് മുതൽ പൊന്നാനി വരെ 7 ലോക്സഭാ മണ്ഡലം മുസ്ലിം വോട്ടുകൾ ഏറെ നിർണയമാണ്. അത് ഇത്തവണ ആർക്കാണ് ഗുണം ചെയ്യുക? ഇടതുപക്ഷത്തിന് തന്നെയാണോ? അത് സംശയമില്ല, ഇടതുപക്ഷത്തിന് തന്നെയാണ്. ഇടതുപക്ഷത്തിന് തന്നെയാണ്, ഒരു സംശയം വേണ്ടേ വേണ്ട. ഒന്ന് വ്യക്തമാക്കാൻ പറ്റുമോ? വ്യക്തമാക്കുക പറഞ്ഞപ്പോൾ നമുക്ക് ഈ കാര്യം വടക്കേ സംസ്ഥാനത്ത് കാസർഗോഡായാലും വടകര ആയാലും കണ്ണൂരായാലും കോഴിക്കോടായാലും പാലക്കാടായാലും പൊന്നാനി ആയാലും ഒക്കെ ഇടതുപക്ഷത്തിന് തന്നെയാണ്. അങ്ങനെ പോകും പട്ടിക.